ഈ മഹത്തായ സ്ഥാപനത്തിൽ ഒരെളിയ വിദ്യാർത്ഥിയായി പഠിക്കുന്ന സമയത്ത് ഉസ്താദ് അവറുകൾ ഒരു ദിവസം എന്നെ സ്വകാര്യം വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ വഅദ് പറയാൻ പോകാറുണ്ട്, വഅദ് പറഞ്ഞാൽ ചിലർ ഹദിയ തരും, എനിക്കങ്ങനെ പലരും തരാറുണ്ട്, ഞാനത് എത്രയാണെന്നൊരിക്കലും നോക്കാറില്ല, നീയും നോക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, ആ ഉപദേശം ഞാൻ സ്വീകരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു. എനിക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് യാതൊരു പ്രയാസവും അള്ളാഹു തന്നിട്ടില്ല. ഉസ്താദ് അവറുകൾ ദർസിൽ വെച്ച് ചിലപ്പോൾ മുതഅല്ലിമീങ്ങളോട് പറയും, സ്ത്രീധനം വാങ്ങാതെ നിക്കാഹ് ചെയ്യുമെന്ന് എന്നോട് കരാറ് നടത്താൻ ആരുണ്ട്? ഉസ്താദ് അവറുകളുടെ തർബിയത്തിന്റെ ചില രീതികളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ തർബിയത്ത് ചെയ്ത് വളർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് തൗഫീഖ് നൽകി. ഈ അടുത്ത് കേരള യാത്ര നടക്കുമ്പോൾ ഞാനൊരു മുറിയൻ കോട്ടിട്ടുകൊണ്ടായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. ഉസ്താദ് അവറുകൾ തുന്നിച്ച് തന്ന കോട്ടാണിത്. ഉസ്താദ് അവറുകൾ പറഞ്ഞു, അതെ, സദസ്സുകളിൽ പോകുമ്പോൾ ഹൈബത്ത് വേണം. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, തൈലസാൻ ധരിച്ചുകൊണ്ടാണ് ഖുതുബക്ക് ഖതീബ് മിമ്പറിൽ കയറേണ്ടത്, അത് ഹൈബത്തിനു വേണ്ടിയാണ്. ഇങ്ങനെ കുട്ടികളുടെ എല്ലാ രംഗവും പരിശോധിച്ച് എന്നും തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ശൈഖുന അവറുകളോട് നമുക്കുള്ള കടപ്പാട് ദുനിയാവിലും ആഖിറത്തിലും തീരുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് ഇനിയും ഒരുപാട് കാലം ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.